ശരിക്കും നിങ്ങളുടെ പ്രസൻസ് എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന എ ഹ്യൂജ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് കൊടുക്കാനില്ലാത്തത് നമ്മുടെ പ്രസൻസ് ആണ്. നമ്മൾ കൊടുക്കുന്നത് അവർക്ക് ഹാഫ് അറ്റൻഷൻ ആണ്. നമ്മൾ എപ്പോഴും മൾട്ടി ടാസ്കിങ്ങിലായിരിക്കും. നമ്മൾ അവർക്ക് പറയാനുള്ള കഥകൾ കേൾക്കും. നമ്മൾ പാത്രം കഴുകിക്കൊണ്ടോ തുണി മടക്കിക്കൊണ്ടോ അല്ലെ നമ്മൾ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ അവർക്ക് പറയാനുള്ള കഥകൾ കേൾക്കുന്നത്. നമ്മൾ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് എപ്പോഴും മറ്റെന്തെങ്കിലും കാര്യങ്ങളും കൂടെ ഇടപെട്ടുകൊണ്ടായിരിക്കും. അവരുടെ കൂടെ ഇരിക്കാൻ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? അവരുടെ കൂടെ കളിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അവര് ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിന്റെ ഇടയിൽ നമുക്ക് പോയി ഇരുന്നിട്ട് അതിൽ ക്യൂരിയസ് ആയിട്ട് അത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവര് കളിക്കുന്നതിന്റെ ഇടയിൽ പോയി ഇരുന്നിട്ട് അവരോട് എന്താ കളിക്കുന്നത്, ഞാനും കൂടെ കൂടട്ടെ എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? എന്റെ കൂടെ ഒന്ന് കളിക്കാൻ കൂടുമോ എന്ന് ചോദിക്കുന്ന കുട്ടീന്റെ കൂടെ ഞാൻ ഇപ്പൊ വരാം, 5 മിനിറ്റിൽ എന്റെ പണി തീർക്കട്ടെ എന്ന് പറഞ്ഞു പോയിട്ട് ആ 5 മിനിറ്റ് അരമണിക്കൂറായി, 1 മണിക്കൂറായി, പിന്നീട് ആ കുട്ടി ആ കളിയുടെ കാര്യം മറന്നുപോയി, നമ്മളും മറന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരാറുണ്ടോ? ഇതിനെയൊക്കെ പ്രസൻസ് എന്നല്ല പറയുന്നത്, ആബ്സെൻസ് എന്നാണ്. ദിവസത്തിൽ ഒരു അരമണിക്കൂർ അത്രേ ആവശ്യമുള്ളൂ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്. ആ ഒരു അരമണിക്കൂർ മറ്റൊരു ഇന്ററാക്ഷനും ഇല്ലാതെ, മറ്റാരെ പറ്റിയും ചിന്തിക്കാതെ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് മാത്രം മതി ആ കുട്ടീനെ സോഷ്യലി ഇമോഷണലി ഒക്കെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രം മതി അവനവൻ്റെ ഒരു റിലേഷൻഷിപ്പിൽ പോകുന്ന സമയത്ത് അവിടെ അവന് നെർച്ചർ ആവാൻ വേണ്ടിയിട്ട്, സെക്യൂർഡ് ആവാൻ വേണ്ടിയിട്ട്, ഇൻസെക്യൂരിറ്റീസ് മാറ്റാൻ വേണ്ടിയിട്ട്, കോംപ്ലക്സിറ്റീസ് മാറ്റാൻ വേണ്ടിയിട്ട്, ഇമോഷണലി ഹൈലി സെൽഫ് എസ്റ്റീം ഉള്ള ഒരു കുട്ടിയായിട്ട് വളരാൻ വേണ്ടിയിട്ട്.